സെബാസ്റ്റ്യൻ. മതങ്ങളുടെ ഉദ്ഭവം, അതിന്റെ സാമൂഹ്യ ചരിത്രം എന്നിവയെല്ലാം വിശദമായ പഠനങ്ങളിലൂടെ ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ നർമ്മരസപ്രധാനമായി അവതരിപ്പിക്കുന്ന ശ്രീ ടോമി സെബാസ്റ്റ്യൻ ബൈബിൾ മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളെയും യുക്തിസഹമായും വിമർശന വിധേയമാക്കുന്ന ആളാണ്. ഇപ്പോൾ അയർലൻഡിൽ ജോലി ചെയ്യുന്ന ടോമി നിയമപുസ്തകം എന്ന വിഷയവുമായി നമുക്ക് മുന്നിലെത്തുന്നു. സ്വാഗതം ശ്രീ ടോമി സെബാസ്റ്റ്യൻ. എല്ലാവർക്കും നമസ്കാരം. ലിറ്റ്മസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ എത്തിസ്റ്റ് മീറ്റിൽ, അതും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് നടത്തുന്ന ഈ മീറ്റിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബലിൻ്റെ ഭാരവാഹികളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ വിഷയത്തിൻ്റെ പേര് നിയമപുസ്തകം. സാധാരണയായി വിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ദൈവം കുറേ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന നിയമം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, നിയമപുസ്തകമാണ് അവരുടെ മതഗ്രന്ഥങ്ങൾ. അതായത് വിശ്വാസികൾക്ക് ദൈവമുണ്ട്, മതമുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ഇത് മൂന്നുമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതുവഴി അവർ ഒരു മോറലി സുപ്പീരിയോറിറ്റി ക്ലെയിം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ മതവിശ്വാസിയും അവൻ്റെ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ 90% കാര്യങ്ങളും തള്ളിക്കളഞ്ഞും മതപുസ്തകത്തിന് വിരുദ്ധമായി, അതിന് വെളിയിലായിട്ട് സാമൂഹ്യപരമായിട്ടുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുമാണ് ഓരോ മതവിശ്വാസിയും ജീവിക്കുന്നത്. ഉദാഹരണമായി ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ച്, ഹിന്ദു മതത്തിൽ ഐക്യരൂപത്തിലുള്ള നിയമമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവിവാഹിതയായ ഒരു ബ്രാഹ്മണ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ മൃതദേഹത്തെ ശവഭോഗം നടത്തണം എന്നൊരു നിയമമുണ്ട്. നിയമങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ സ്ത്രീയെ തീയിലിട്ട് ചുട്ടുകൊല്ലണം എന്നൊരു നിയമമുണ്ട്, ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന നിയമം. ഇതിന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുമോ? അതേപോലെ തന്നെ ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാൻറ്റും ഷർട്ടും ധരിക്കുന്നത് പോലും ദൈവം വിലക്കിയിരിക്കുന്ന വലിയ തിന്മയാണ്. കാരണം അവൻ്റെ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാഫിറുകളെ പോലെ വസ്ത്രം ധരിക്കുന്നവനും കാഫിറുകളിൽ പെട്ടുകഴിഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ താടിരോമം ഷേവ് ചെയ്യുന്നത് ദൈവം വിലക്കിയിരിക്കുന്ന വലിയ പാപമാണ്. ഒരാൾ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലും ദൈവം വിലക്കിയിരിക്കുന്ന പാപമാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ മുതൽ മക്കയിലെ വലിയ ഇമാം വരെയുള്ളവർ ഈ നിയമത്തെ അതിലംഘിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും ഓരോ വിശ്വാസിയും പറയുന്നത് അവൻ്റെ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞതാണെന്നും അത് എല്ലാ കാലവും എല്ലാ മനുഷ്യരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെന്നും അവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതേസമയം തന്നെ അവൻ്റെ മതപുസ്തകം മാത്രമേ ശരിയുള്ളൂ എന്നും മറ്റു മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യുക്തിരഹിതമാണ് എന്നും അവൻ വിശ്വസിക്കുന്നു. അതിരാവിലെ വാങ്കുവിളി കേൾക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്നതായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒരു ഹിന്ദു മതവിശ്വാസിക്കും ഒരു ക്രിസ്തു മതവിശ്വാസിക്കും അതൊരു വല്ലാത്ത ശല്യമായിട്ടായിരിക്കും തോന്നുക. അതേപോലെ തന്നെ രാവിലെ സുപ്രഭാതം എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പം പ്രപഞ്ചം മുഴുവൻ ഒരു ക്വാണ്ടം എൻവയോൺമെൻറ്റിലേക്ക് മാറുന്നതായിട്ട് ഹിന്ദു മതവിശ്വാസിക്ക് തോന്നുമ്പോൾ മറ്റു രണ്ടു പേർക്കും, ക്രിസ്ത്യാനിക്കും മുസൽമാനും, അത് വലിയൊരു ശല്യമായിട്ട് തോന്നും. പള്ളിയിൽ നിന്നും പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്നുള്ള പാട്ട് കേൾക്കുമ്പം ക്രിസ്തുമത വിശ്വാസിക്ക് ഒരു ആഹാ ഫീൽ ചെയ്യും. പക്ഷെ മറ്റു രണ്ടു കൂട്ടർക്കും അതൊരു വലിയ ശല്യമായിരിക്കും. പക്ഷേ അപ്പോഴും ഓരോ മതവിശ്വാസിയും മതപുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണെന്നാണ് അവൻ കരുതുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഇസ്ലാം മതവിശ്വാസി അവൻ വായിക്കുമ്പോൾ അവൻ്റെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശാസ്ത്ര സത്യങ്ങളായിട്ടാണ് അവന് തോന്നുന്നത്. എന്തുകൊണ്ടാണ് പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലണമെന്ന് പറഞ്ഞത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. ഭർത്താവ് മരിച്ച സ്ത്രീ 130 ദിവസം ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. വെള്ളം ഇരുന്നു കൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. ടോയ്ലറ്റിൽ പോകുമ്പം പാട്ട് പാടരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. അവൻ വായിക്കുമ്പോൾ ഇത് മുഴുവൻ ശാസ്ത്രമാണ്. പക്ഷേ അവൻ തന്നെ വായിക്കണം. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കട്ട കോമഡിയുമായിരിക്കും. എന്നാൽ ഇതേപോലെ തന്നെയാണ് ഒരു ഹിന്ദുമത വിശ്വാസിയുടെ കാര്യം. അവനവൻ്റെ മതപുസ്തകം വായിക്കുമ്പോഴത്തേക്കും അത് മുഴുവൻ എല്ലാ കാലത്തേക്കുമുള്ള സനാതന സത്യങ്ങളായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞാലോ ഒരുത്തൻ്റെ തല വെട്ടിയിട്ട് അവിടെ ആനയുടെ തല ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരാളുടെ ബീജം പുറത്ത് വരുന്നിടത്ത് കുടത്തിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ അകത്ത് മനുഷ്യനുണ്ടായി വരുന്നു. മാംസപിണ്ഡം പ്രസവിക്കുന്നു, അത് 100 പീസ് ചെയ്ത് പൊതിഞ്ഞ് കെട്ടി വെച്ചപ്പം അതിൻ്റെ അകത്തുനിന്ന് മക്കളുണ്ടായി വരുന്നു.
സ്ത്രീ മുട്ടയിടുന്നു, ആ മുട്ട വിരിഞ്ഞ് പാമ്പും പരുന്തും മക്കളായിട്ട് ജനിക്കുന്നു. 10 തലയുള്ള മനുഷ്യൻ. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സനാതന സത്യങ്ങളാണെങ്കിൽ നമുക്ക് കട്ട കോമഡി മാത്രമാണ്. എല്ലാവിധ മത കോമഡികളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ളൊരു പ്രത്യേകത. ഒരു ക്രിസ്തു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയമപുസ്തകം എന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽക്കാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ സീനായ് മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി. അത് കേട്ട് അവരുടെ നേതാവായ മോശ പറഞ്ഞു, ഇത് എന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സീനായ് പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. അവിടെ യഹോവ കാത്തിരിപ്പുണ്ടായിരുന്നു. യഹോവ മോശയെ കണ്ടപാടെ പറഞ്ഞു, നിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ അവർ താഴെ നിന്ന് എന്നെ നോക്കാനോ എൻ്റെ അടുത്തേക്ക് വരാനോ എന്നെ തൊടാനോ, എന്തിനെ ഞാൻ നിൽക്കുന്ന ഈ പർവ്വതത്തെ പോലും തൊടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും, പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇവിടെ സാധാരണ ഓരോ വിശ്വാസിയും പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയായിരിക്കുക, ദൈവത്തിൻ്റെ സമീപത്തായിരിക്കുക, ദൈവവുമായിട്ടുള്ള അവൻ്റെ സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് പറയുന്നത്. എന്നാൽ യഹോവ വളരെ കൃത്യമായിട്ട് പറയുന്നു, അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചുട്ടുകളയും എന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മോശ ആൾക്കാരെയെല്ലാം മാറ്റി നിർത്തിയതിന് ശേഷം യഹോവയുടെ അടുത്തേക്ക് വന്നു. അവർ തമ്മിലൊരു ചർച്ച ആരംഭിച്ചു. മോശ ഹീബ്രുവിൽ ഇങ്ങോട്ട് പറയും, യഹോവ ഇടിമുഴക്കമായിട്ട് മറുപടി പറയും. അങ്ങനെ ഹീബ്രു ഇടിമുഴക്കം, ഇടിമുഴക്കം ഹീബ്രു, ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയി. അവസാനം സഹി കേട്ട് യഹോവ പറഞ്ഞു, നിനക്കും നിൻ്റെ ജനത്തിനുമുള്ള നിയമം മുഴുവൻ ഞാൻ എൻ്റെ സ്വന്തം കൈപ്പടയിൽ സ്വർഗത്തിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന 2 കൽപ്പാളികളാണ് ആ മൂലയ്ക്ക് വെച്ചിരിക്കുന്നത്. എടുത്തുകൊണ്ടുപോയി നിൻ്റെ ജനത്തിന് വായിച്ചു കേൾപ്പിക്കുക. നിനക്കും നിൻ്റെ ജനത്തിനും എന്നേക്കുമുള്ള നിയമപുസ്തകമായിരിക്കും അത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മോശയ്ക്ക് വായിക്കാൻ അറിയാവുന്നത് ഹീബ്രു ഭാഷയായിരിക്കും, എഴുതിയിരിക്കുന്നത് ഹീബ്രുവിലായിരിക്കെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഹീബ്രുവിൻ്റെ ഏറ്റവും പഴക്കമേറിയ ലിപികൾ എന്ന് പറയുന്നത് BC 800 കാലഘട്ടത്തിലാണ്, ടെൽ ഡാൻ സ്റ്റീല എന്ന് പറയുന്ന ഒരു ലിഖിതത്തിൽ. അപ്പോൾ അതിന് ശേഷമായിരിക്കുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അങ്ങനെ മോശ ഈ 2 കൽപ്പാളികളും തോളിൽ വെച്ചുകൊണ്ട് പതുക്കെ ഇറങ്ങി പോവുകയാണ്. പർവ്വതത്തിൻ്റെ താഴെ എത്താറായപ്പം അവിടെ അന്നത്തെ ഏറ്റവും വലിയ എത്തിസ്റ്റ് മീറ്റ് നടക്കുകയാണ്. ആളുകൾ ആടുന്നു, പാടുന്നു, സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു. അത് കണ്ട് മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയിലുള്ള ഈ നിയമപുസ്തകം വലിച്ചൊരേറ് തവിടുപൊടി. പിന്നെ പുള്ളി പോയിട്ട് സ്വന്തമായിട്ട് പാറ പൊട്ടിച്ചുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ നിയമപുസ്തകം എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ നിയമപുസ്തകം 10 പ്രമാണങ്ങളാണെന്നും അതല്ല ബൈബിളിലുള്ള ആദ്യത്തെ 5 പുസ്തകങ്ങളുണ്ടെന്നും 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ഇതേക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പുറപ്പാടിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ 10 കൽപ്പനകൾ മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ എന്നൊരിടത്തും പറയുന്നില്ല. ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നതിൽ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് 10 നിയമങ്ങൾ എടുത്ത് ഒപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. ഒപ്പിച്ച് വെക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. മോഷ്ടിക്കരുത് എന്നൊരു നിയമമുണ്ട്. 2 അപ്പുറത്ത് മാറിയിട്ട് എഴുതിയിരിക്കുന്നു, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്നു. അന്യൻ്റെ വസ്തുക്കളോട് മോഹം തോന്നുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് 2 ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അപ്പുറത്ത് മാറിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന്. സ്വന്തം പങ്കാളിയിലല്ലാതെ മറ്റൊരാളിൽ മോഹം തോന്നുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രവൃത്തിയെ ആണ് വ്യഭിചാരം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് 2 ആക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് 2 ആക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോകണം. ദൈവം 2ാമതായി കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്, നിങ്ങൾ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ ആകാശത്തിലോ യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപമോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഈ നിയമം വേണ്ട. കാരണം അവർക്ക് നന്നായിട്ടറിയാം, പ്രതിമയില്ലാതെ എവിടെയെങ്കിലും ഒരു നേർച്ചപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും വന്ന് 5 പൈസ ഇടില്ല എന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ആ നിയമം എടുത്ത് മാറ്റി പകരം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണത്തെ 2ആയിട്ടും 2 4ആയിട്ടും മുറിച്ച് 10 എത്തിച്ചിരിക്കുന്നത്. ഇനി ഈ നിയമം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമായിട്ട് നൽകപ്പെട്ട നിയമമാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയല്ല അത്. കാരണം അതൊരു ഗോത്രത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഗോത്ര നിയമമാണ്. അതിൽ കൊല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗോത്രത്തിലുള്ളവർ നിങ്ങൾ പരസ്പരം കൊല്ലരുത് എന്ന് മാത്രമാണ് അർത്ഥം. കാരണം യഹോവ അതിനുശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് പോകുവിൻ, ജെറീക്കോയിലേക്ക് പോകുവിൻ, അവിടെ മുല കുടിക്കുന്ന കുട്ടി മുതൽ വയസ്സന്മാരായിട്ടുള്ളവരെ വരെയും കൊന്നുകളയുവിൻ, ഒരു മനുഷ്യനെ പോലും വെറുതെ വിടരുതെന്ന് കൃത്യമായിട്ട് യഹോവ അതിനുശേഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് മോഷ്ടിക്കരുത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കാരണം വളരെ കൃത്യമായിട്ട് യഹോവ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി അവരുടെ വസ്തുവകൾ അടിച്ചെടുക്കുമെന്നും അത് നിങ്ങൾ എങ്ങനെ പങ്കുവെക്കണമെന്നും അതിൻ്റെ എൻ്റെ വിഹിതം എത്ര വേണമെന്ന് കൃത്യമായിട്ട് കണക്ക് ചോദിച്ചു വാങ്ങുന്ന യഹോവേനെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും.
അതേപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുകൾ അപ്പുറത്തുണ്ട്, പോയി പിടിച്ചുകൊണ്ട് പോവാ എന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. ഒരു നഗരത്തെ കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്കുള്ളവരാണ് എന്ന് വളരെ കൃത്യമായിട്ട് യഹോവ പറയുന്നു. ഇനി ഈ പറയുന്ന നിയമം ഏത് കാലത്ത് എഴുതിയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പറയുന്നത് BC 1400 കാലഘട്ടത്തിലാണ് ദൈവം മോശ വഴി മനുഷ്യർക്ക് ഈ നിയമം കൊടുത്തത് എന്നാണ്. കാരണം ബൈബിളിൽ 1 രാജാക്കന്മാർ 6:1 പറയുന്നു, പുറപ്പാടിൻ്റെ 480 വർഷം സോളമൻ രാജാവ് ജെറുസലേമിൽ ദേവാലയം നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് നടന്നത് 900 മുമ്പ് BC-യിലാണ്. അവിടെ 480 വർഷം കൂടെ കൂട്ടിയാൽ നമ്മൾ BC 1400 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ബൈബിളിലെ കുറച്ച് ഭാഗം കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നു, പുറപ്പാടിൽ സ്ത്രീകളും കുട്ടികളും ഒഴികെ 6 ലക്ഷം പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി ചെന്നാൽ ഒരു 25 ലക്ഷം ആളുകൾ കാണേണ്ടതാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഇത്രയധികം ആളുകൾ 40 വർഷം മരുഭൂമിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് തെളിവുകൾ കാണേണ്ടതാണ്, പക്ഷേ യാതൊരു തെളിവുമില്ല. ഇനി ബൈബിളിൽ തന്നെ അടുത്ത ഭാഗം പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഈജിപ്തിലെത്തിയത് ജോസഫാണ് സ്വന്തം പിന്നെ സഹോദരന്മാരെയും പിതാവായ യാക്കോബിനെയും ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെയാണ് ഇസ്രായേൽക്കാർ എന്ന് വിളിക്കുന്നത്. യാക്കോബിൻ്റെ മകൻ ലേവിയുടെ മകൻ കൊഹാത്തിൻ്റെ മകൻ അമ്രാമിൻ്റെ പുത്രനാണ് ഈ മോശ. അതായത് ആദ്യമായിട്ട് ഈജിപ്തിലെത്തിയ യാക്കോബ് മുതൽ അവസാനം ഈജിപ്തിൽ നിന്ന് പുറത്തു പോയ മോശ വരെ 4 തലമുറ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം 4 തലമുറക്കിടയിൽ ഉണ്ടാകാവുന്ന മക്കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു 400 പേരായിരിക്കാം. അതിനെയാണ് 10-25 ലക്ഷം പേർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മേ ബി ഏതെങ്കിലും ഒരു കുറച്ച് ഗോത്ര വിഭാഗം 10-50 പേര് ഏതെങ്കിലും ഊടുവഴികളിലൂടെ ചതുപ്പ് പ്രദേശങ്ങളിലൂടെയൊക്കെ ഓടിപ്പോയതിനെയാണ് ചെങ്കടൽ പിളർന്നു, മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, നിയമം കൊടുത്തു, വ്യാധികൾ കൊടുത്തു എന്നൊക്കെയുള്ള പറഞ്ഞിരിക്കുന്ന വലിയ സംഭവമാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം കൂടി ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇവരിവിടുന്ന് ഓടിപ്പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഫറവോ ഇവരെ കൊണ്ട് കഠിനമായ ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെ 2 നഗരങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആ ഒരു നഗരത്തിൻ്റെ പേരാണ് റാംസീസ്. ഈ റാംസീസ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു ഫറവോയുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന നഗരമാണ്. അദ്ദേഹം ജീവിച്ചിരുന്നതാവട്ടെ 11-ാം നൂറ്റാണ്ടിലും. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇത് പിന്നീട് എഴുതിയിരിക്കുന്ന കഥയാണ്. അതൊരു വലിയ പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ശരി, ഇത് ഹമ്മുറാബി കോഡ്, ബാബിലോണിയൻ ചക്രവർത്തിയായ ഹമ്മുറാബിക്ക് അവിടുത്തെ സൂര്യദേവനായ ഷമാഷ് കൊടുത്തതാണ് 282 നിയമങ്ങൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ നിയമത്തിൽ പറയുന്നു, ഒരുവൻ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ആ തട്ടിക്കൊണ്ടു പോകുന്നവന് വധശിക്ഷ കൊടുക്കണം. ബൈബിള് ആ നിയമം അതേപോലെ എടുത്ത് ബൈബിളിലേക്ക് വെച്ചിട്ടുണ്ട്. പുറപ്പാട് 21:16. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്നവന് വധശിക്ഷയാണ് ഹമ്മുറാബി കോഡിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളും ഹമ്മുറാബി കോഡിൽ നിന്ന് ആ നിയമം അതേപോലെ എടുത്ത് ബൈബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ലേവി 20:10. അതേപോലെ തന്നെ ഒരാൾ മറ്റൊരാളുടെ കാളയെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ വിലയുടെ 30 മടങ്ങ് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഹമ്മുറാബിയുടെ നിയമത്തിൽ പറയുന്നു. ആ നിയമവും അതേപോലെ എടുത്ത് ബൈബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ എക്സോഡസ് 22:1. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ള നിയമങ്ങളും ഹമ്മുറാബിയുടെ നിയമത്തിലുള്ളതാണ്. അതും ബൈബിളിലേക്ക് അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ലേവി 24:20. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് വിശദമായ വായനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുന്നു. അടുത്തത് ഇത് ഹിത്യ നിയമങ്ങൾ. ഹിത്യ രാജാവായ ദാദുഷിലി ഒന്നാമൻ BC 1650 കാലഘട്ടത്തിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയിരിക്കുന്ന നിയമം എഴുതിയിരിക്കുന്ന കളിമൺ ടാബ്ലറ്റിൻ്റെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിലെ 197-ാമത്തെ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരാൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും അവൻ പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ പെൺകുട്ടിയുടെ പിതാവിന് 50 ഷെക്കൽ കൊടുക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യണം. ഈ നിയമം മൂടോടെ പറിച്ച് ബൈബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടറോണോമി 22:29. അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് ഇതിൽ 187-ാമത്തെ നിയമമാണ്, ആരെങ്കിലും മൃഗങ്ങളുമായിട്ട് പാപം ചെയ്യുന്നുവെങ്കിൽ അവൻ വധിക്കപ്പെടണം എന്ന് ഹിത്യ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അതും അതേപോലെ തന്നെ ബൈബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എക്സോഡസ് 22:19. ഒട്ടനവധി സാമൂഹ്യ നിയമങ്ങൾ ഹിത്യ നിയമത്തിൽ നിന്നും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം പറയാനുള്ള സമയമില്ലാത്തതിനാൽ നിങ്ങളുടെ വായനയ്ക്ക് ഞാൻ വിടുന്നു. ഇത് കോഡ് ഓഫ് ലിപ്പിറ്റിഷ്ടാർ. ഇഷിൻ രാജവംശത്തിലെ രാജാവായ ലിപ്പിറ്റിഷ്ടാർ BC 1850 കാലഘട്ടത്തിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ നിയമത്തിൻ്റെ ചിത്രമാണ് നിങ്ങളെ പുറയിൽ കാണുന്നത്. ഇതനുസരിച്ച്
മോഷണത്തിന് 10 ഷെക്കൽ നഷ്ടപരിഹാരം കൊടുക്കണം, അവൻ്റെ അടുത്ത് നിന്ന് പിഴ ഈടാക്കണം. ഒരാൾ മറ്റൊരാളുടെ പറമ്പിൽ കയറി അയാളുടെ മരം മുറിച്ചു കഴിഞ്ഞാൽ 1/2 മിന തൂക്കം വെള്ളി നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. ഒരാളുടെ അടിമ ഓടിപ്പോവുകയും അയാളെ മറ്റൊരാൾക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ ആ അടിമയെ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അടിമയ്ക്ക് പകരം മറ്റൊരു അടിമയെ കൊടുക്കണം. അതുമല്ലെങ്കിൽ അടിമയുടെ വിലയായി 15 ഷെക്കൽ കൊടുക്കണം. ഈ നിയമം ബൈബിളിലേക്ക് അതേപടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ അടിമയുടെ വില 15 ഷെക്കലാണ്. ബൈബിളിൽ മറ്റൊരു ഭാഗത്ത് മറ്റൊരാളുടെ അടിമയെ അടിച്ച് പരിക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ 30 ഷെക്കൽ കൊടുക്കണമെന്ന് പറയുന്നു. അതായത് അടിമയുടെ വില 15 ഷെക്കലും അതിന് പരിക്ക് പറ്റിച്ചെന്നാൽ 30 ഷെക്കലും കൊടുക്കണമെന്ന് പറയുമ്പം ഇത് 2 ദേശങ്ങളിലോ അല്ലെങ്കിൽ 2 കാലഘട്ടത്തിലോ ഉണ്ടായിരുന്ന നിയമമാണ് എന്ന് വളരെ വ്യക്തമാണ്. അടുത്തത്, ഒരാളുടെ മകൾ അവൾ പുരോഹിതയോ സന്യസ്തയോ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ എന്തെങ്കിലും അവകാശം കൊടുക്കണമെന്ന് ഈ നിയമം പറയുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് നോക്കുക, ഈ നിയമം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 4000 വർഷം കഴിഞ്ഞു. ഇപ്പോഴും പറയുന്നത് സ്ത്രീ സന്യസ്തർക്ക് ഞങ്ങൾക്ക് നിയമം പണം സ്വത്തവകാശം ഇല്ല എന്നാണ് ഞങ്ങളുടെ നിയമം പറയുന്നതെന്ന് പറയുമ്പോൾ ഈ വിഭാഗം അവർ 4000 വർഷം മുമ്പോട്ടാണോ പുറകോട്ടാണോ സഞ്ചരിച്ചത് എന്നൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത മറ്റൊരു നിയമം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ അയാൾ മറ്റൊരുവളെ വിവാഹം കഴിക്കുകയും അവളിൽ കുട്ടികളുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ പിതാവ് കൊടുത്തിരിക്കുന്ന സ്വത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവളുടെ മക്കൾക്ക് മാത്രമായിട്ട് വിഭജിക്കണമെന്നും എന്നാൽ പിതാവിൻ്റെ സ്വത്ത് 2 ഭാര്യമാരിലുള്ള മക്കൾക്ക് തുല്യമായിട്ട് വിഭജിക്കണമെന്നും ലിപ്പിറ്റ് ഇഷ്ടാറിൻ്റെ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ സ്വത്തവകാശത്തെക്കുറിച്ചുള്ള കാര്യം, പിന്തുടർച്ച, ഇതൊക്കെ സംബന്ധിച്ച് ഒരു നിയമത്തിൻ്റെ ഒരു കരട് രൂപം ഉണ്ടായി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ നിയമം ഉണ്ടായതിനു ശേഷം ഒരു 2500 വർഷത്തിന് ശേഷം ദൈവത്തിൻ്റെ ഒരു സ്വന്തം പ്രവാചകൻ ഭൂമിയിലേക്ക് വന്നു. അദ്ദേഹം ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി അവരുടെ മുഖക്കുരു മുതൽ മൂലക്കുരു വരെയുള്ള സകല പ്രശ്നത്തിനും ഉഗ്രൻ സൂത്രവാക്യമായിട്ടാണ് വന്നത്. അദ്ദേഹം എങ്ങനെ സ്വത്ത് വിഭജിക്കണം എന്നൊരു നിയമം കൊടുത്തു. പക്ഷേ ആ നിയമം അനുസരിച്ച് സ്വത്ത് ഭാഗിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കടം മേടിക്കാൻ പോകേണ്ട അവസ്ഥയാണ്. കാരണം 6 ലക്ഷം രൂപ സ്വത്തുള്ളവൻ വിഭജിച്ചു വന്നാൽ 7 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ പുള്ളിക്ക് വിഭജനം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം പ്രവാചകൻ കൊടുത്തിരിക്കുന്ന നിയമം. അപ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ് മനുഷ്യരുണ്ടാക്കിയ നിയമമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ അയാൾക്ക് അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അയാൾ അത് ഓർത്തിട്ട് അവരുടെ അടിമത്വം അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല ഇയാളുടെ സ്വത്തിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ സ്വത്ത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ അടിമയ്ക്ക് മുൻ യജമാനിൽ നിന്ന് മക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് ലിപ്പിറ്റ് ഇഷ്ടാറിൻ്റെ നിയമം പറയുന്നു. ഇവിടെ ചില ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ IPS കിട്ടിയിരിക്കുന്ന ചില ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രവാചകൻ വലിയൊരു മാതൃകയാണ് കാണിച്ചത്, പ്രവാചകൻ അടിമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അടിമ സ്ത്രീകളിൽ മക്കളെ ഉണ്ടാക്കിക്കോ, അത് കഴിഞ്ഞിട്ട് അവരെ ഫ്രീ ആക്കി വിട്ടോ. അങ്ങനെ അടിമത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ കാണിച്ച വലിയ മാതൃകയാണ് ഇത് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ ജനിക്കുന്നതിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിൽ കൊത്തി കവിത പോലെ എഴുതിയിരിക്കുന്ന നിയമമാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഇനി ഇത് യഷ്നുന അക്കേഡിയിലുണ്ടായിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് അനുരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോഡ് ഓഫ് ഊർനാമു അവിടുത്തെ ചന്ദ്രദേവത അവിടുത്തെ രാജാവിന് കൊടുത്തതാണ്. അതിൻ്റെ അകത്ത് കൊലപാതകം, വ്യഭിചാരം, അതുപോലെ തന്നെ മോഷണം എന്നിവയ്ക്കൊക്കെ വധശിക്ഷ നൽകണമെന്നാണ് ഈ നിയമം പറയുന്നത്. ആ നിയമം എഴുതിയിരിക്കുന്ന ടാബ്ലറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഉറുക്കാഗിന മെസപ്പൊട്ടോമിയയിൽ BC 2400 കാലത്തുണ്ടായിരുന്നതാണ്. ഇതിൽ ടാക്സേഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിയമങ്ങൾ പറയുന്നു. അതിൽ തന്നെ വിധവകൾക്കും അനാഥർക്കും കൊടുക്കേണ്ട ഇളവുകളെക്കുറിച്ച് പറയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് BC 2400 ഉണ്ടായിരിക്കുന്ന ഈ നിയമത്തിൽ ബഹുഭാര്യാത്വം നിയമം മൂലം കർശനമായിട്ട് നിരോധിച്ചിരുന്നു. ഈ നിയമം വന്നതിനും ശേഷം ഏതാണ്ട് ഒരു 3000 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ ഒരു സ്വന്തം പ്രവാചകൻ വന്നു. പുള്ളി പറഞ്ഞു, എനിക്ക് 13 നിങ്ങൾക്ക് 4 വീതം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുള്ളത് കൊണ്ടാണ് ഇവിടെ ചില പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ നിന്നുകൊണ്ട് അള്ളാഹ് ഹലാലാക്കിയ 2ാം ഭാര്യയും അള്ളാഹ് ഹലാലാക്കിയ 3ാം ഭാര്യയും നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് കാമം കരഞ്ഞു തീർക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് നെഗറ്റീവ് കൺഫെഷൻസ് ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ഡെഡിൽ BC 3000 കാലഘട്ടത്തിലുണ്ടായിരുന്ന ചുവർ ചിത്രങ്ങളിലാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, മരിച്ചുപോയ ഒരാളുടെ ആത്മാവിനെ അനൂബിസ് എന്ന് പറയുന്ന ദൈവം കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിൻ്റെ അകത്ത് കുറുക്കൻ്റെ തലയുള്ളതാണ് അനൂബിസ്.
എന്നിട്ട് പ്രധാന ദൈവങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുറേ പാപങ്ങൾ നിഷേധിക്കുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അതിനുശേഷം ഇയാളുടെ ഹൃദയമെടുത്ത് ആ ത്രാസിൽ വെച്ച് തൂക്കി നോക്കുന്നു. ഹൃദയത്തിന് ഭാരം കൂടുതലാണെങ്കിൽ അവന് ഒരുപാട് പാപഭാരമുണ്ട്, അവൻ നരകത്തിലേക്കും അല്ലെങ്കിൽ സ്വർഗത്തിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് BC 3000 കാലഘട്ടത്തിലുള്ളതാണ്. നോക്കണം, ഇദ്ദേഹത്തിന് നിയമം കൊടുക്കുന്നതിനും ഏതാണ്ട് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന നിയമമാണ്. നമ്മൾ ഈ നിയമങ്ങളെല്ലാം, ഈ 42 നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 10 കൽപ്പനകളിൽ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സുരാഷ്ട്ര മതസ്ഥാപകനായ സരതുഷ്ടർ, അദ്ദേഹം BC 1000-നും 1500-നും ഇടയ്ക്ക് ഒരു ഇടിയും മിന്നലുമുള്ള ഒരു രാത്രിയിൽ തൻ്റെ അനുയായികളെ താഴെ നിർത്തിയിട്ട് ഒരു പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ദൈവമായ അഹൂരമസ്ത അദ്ദേഹത്തിന് കുറേ നിയമങ്ങൾ കൊടുത്തുവെന്നും അദ്ദേഹം താഴെ വന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ആ നിയമങ്ങൾ പുസ്തകമായിട്ട് എഴുതുകയും ചെയ്തു. അതാണ് അവരുടെ മതഗ്രന്ഥമായ സെൻറ്റ് അവസ്ഥ എന്നാണ് സൗരാഷ്ട്ര മതവിശ്വാസം. ഇതുകൂടാതെ ഒട്ടനവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസീറിയൻ നിയമങ്ങൾ, ഡ്രാക്കോണിയൻ നിയമങ്ങൾ, സോളൻ്റെ നിയമങ്ങൾ, ഗോർട്ടിൻ നിയമങ്ങൾ, റോമൻ നിയമങ്ങൾ, അശോകൻ്റെയും ബുദ്ധൻ്റെയും നിയമങ്ങൾ, മനുസ്മൃതി, തിരുക്കുറൾ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി ചില നിയമങ്ങളുണ്ടാകുന്നു. ആ നിയമത്തിൽ പോരായ്മകൾ മനസ്സിലാകുമ്പോൾ അതിനെ പരിഷ്കരിച്ച് വീണ്ടും പരിഷ്കരിച്ച് അങ്ങനെ പരിഷ്കരിച്ചാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ദൈവങ്ങൾ മനുഷ്യരോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓരോ ദൈവവും ഉണ്ടായി വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ദൈവങ്ങൾ ഉണ്ടായിരുന്ന നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നിയമങ്ങൾ മുഴുവൻ പെറുക്കിയെടുത്തിട്ട് ഇത് എൻ്റെ നിയമമാണെന്നും ഇത് എന്നേക്കും നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണെന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ല എന്നും പറയുക വഴി ഒരു സമൂഹത്തെ ആകെ സ്റ്റാഗ്നൻ്റാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൈവങ്ങൾ മനുഷ്യവംശത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചതി. ഇതേ കാരണം കൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ആസ്ഥാനത്ത് തേളുകുത്തി പോലെ ചില പണ്ഡിത ശിരോമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നമ്മൾ കാണുന്നത്. ഈ നിയമം ഇവിടെ ഉള്ളത് കൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലും ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം വിവാഹം മറയ്ക്കപ്പുറത്ത് നിന്ന് ഒളിച്ചിരുന്ന് കാണേണ്ടി വരുന്നത് ഈ നിയമം ഉള്ളത് കൊണ്ടാണ്. ഈ നിയമത്തിൻ്റെ പേരിലാണ് ഇറാനിൽ ഒരു പെൺകുട്ടി തലയിലിട്ടിരിക്കുന്ന തുണിയുടെ നീളം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത്. ഇതേ നിയമത്തിൻ്റെ പേരിലാണ് ഈ 21-ാം നൂറ്റാണ്ടിലും കലാലയങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നടുവേ ഒരു സ്ക്രീൻ വലിച്ചു കെട്ടി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കേണ്ടി വരുന്നത് ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുമ്പോൾ അവൾക്കെതിരെ പണ്ഡിത ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്ന ആളുകൾ അശ്ലീല പദപ്രയോഗങ്ങളുമായിട്ട് വ്യഭിചാരിണി, വിറകുകൊള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുന്നത് ഈ ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതേ കാരണം കൊണ്ടാണ് മനുഷ്യൻ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ആഘോഷവേളയിൽ മക്കളെ നമുക്കത് പറഞ്ഞിട്ടില്ല, നമ്മൾ വേറെ ആൾക്കാരാണ്, നമ്മൾ മനുഷ്യരുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും ഈ പറയുന്ന ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി മാത്രമേ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കൂ എന്ന് 21-ാം നൂറ്റാണ്ടിലും പുരോഗമന വേഷധാരികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പറയാൻ ഉളുപ്പില്ലാത്തത്. ഇതേ കാരണം കൊണ്ടാണ് ഒരു മനുഷ്യൻ അവന് ഭക്ഷിക്കാനായിട്ട് അല്പം മാംസം വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറുവടിയുമായി നാട്ടുകാർ ഓടി വന്ന് അവനെ തല്ലിക്കൊല്ലുന്നതിന് കാരണം ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതേ കാരണം കൊണ്ടാണ് ആണ് പെണ്ണിൻ്റെയോ പെണ്ണാണിൻ്റെയോ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ പെൺകുട്ടികളുടെ വസ്ത്രത്തെ കുറിച്ച് ലൈംഗിക ചുവയോടുകൂടി അധിക്ഷേപം നടത്തുന്നത് ഇതേ ദൈവത്തിൻ്റെ നിയമം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വെല്ലുവിളി സമൂഹത്തെ ആകെ വേർതിരിക്കുന്ന, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ ദൈവത്തിൻ്റെ നിയമം എടുത്തു കളയുക, ആ മതിൽ പൊളിച്ചു കളയുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. ഇനി പകരം മറ്റെന്തുണ്ട് നിങ്ങൾക്കൊരു നിയമം എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ നമുക്കിങ്ങനെ ഒരു നിയമം കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ്. ലിംഗഭേദമന്യേ, ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവർക്കും തുല്യ അവകാശാധികാരങ്ങളാണുള്ളതെന്നും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരുവനും ഒരേ അവകാശമാണെന്നും there is no അരപുരുഷൻ, there is no അരസ്ത്രീ എന്നും ജനിച്ചിരിക്കുന്ന എല്ലാവരും ജീവിക്കാനും വിദ്യാഭ്യാസം നേടാനും ജോലി ചെയ്യാനും വീട് വയ്ക്കാനും വിവാഹം കഴിക്കാനും വിവാഹം കഴിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടെന്നും അതിൽ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും പാടില്ലെന്നും എല്ലാവിധ മനുഷ്യാവകാശങ്ങളും പാലിക്കപ്പെടണമെന്നും പറയുന്ന ഈ നിയമം മനുഷ്യനുണ്ടാക്കിയ നിയമമാണ്. ലോകത്തിലുള്ള ഏത് ദൈവമുണ്ടാക്കിയ നിയമത്തെക്കാളും മേലെയാണ് ഈ നിയമം. മനുഷ്യനുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് മനുഷ്യന് തന്നെ തിരുത്താൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ നിയമങ്ങൾ
പൊളിച്ചു കളയുക, ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലുണ്ടായിരിക്കുന്ന വേർതിരിവ് പൊളിച്ചു കളയുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു വന്നിരിക്കുന്ന നിങ്ങളിലാണ് ഈ സമൂഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much, Tommy Sebastian. Now, may I request Rakesh Unnikrishnan, Essence UAE representative, to come to the stage and present the memento to Tommy Sebastian.